വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ ഗാംബ്ലിംഗ് സീരീസിൽ ദ ബെസ്റ്റ് എൻട്രി സെനാരിയോസ് എവിടെയെല്ലാമാണ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത്, നമ്മൾ ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള ചാർട്ട് അനലൈസിസ് ആണ്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. വെരി വെരി സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നിൽ ഒരു പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ട് 1, 2, 3 അതുപോലെ തന്നെ ലിക്വിഡിറ്റിയുടെ ഒരു സീരീസ്, ലിക്വിഡിറ്റി എങ്ങനെയാണ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടൊരു സീരീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഓൾറൈറ്റ്, അത് ഞാൻ കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ചാനലിൽ നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ലിക്വിഡിറ്റിയുടെ ഒരു റിയൽ മീനിങ് ഓഫ് ലിക്വിഡിറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് വേഴ്സസ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ലിക്വിഡിറ്റി ചാർട്ടിൻ്റെ ഏത് ഫോർമേഷനിലാണ് വരുന്നത് എന്നുള്ള ഒരു സീരീസാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് വീണ്ടും നമ്മൾ ചെയ്തിരിക്കുന്നതാണ് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് പാർട്ട് 1, പാർട്ട് 2, അതിങ്ങനെ പാർട്ട് 3, 4, 5 എന്നും പറഞ്ഞുകൊണ്ട് ലിക്വിഡിറ്റിയുടെ അതിൻ്റെതായിട്ടുള്ള കംപ്ലീറ്റ് സെനാരിയോസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻട്രി ഫോർമേഷൻസ് എവിടെയെല്ലാമാണ് വരുന്നത്, മാർക്കറ്റിനെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്, ഈ കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിലും ഈ ലിക്വിഡിറ്റി സീരീസ് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക്, അതുപോലെ തന്നെ ഇതുണ്ട് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിനകത്തുള്ള വീഡിയോസ് എല്ലാം കാണണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് നമുക്ക് ചാർട്ടിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. സോ ഇന്നത്തെ ദിവസം മാർച്ച് 11 മാർച്ച് 2025 അല്ലേ, ഇന്ന് മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് നമുക്ക് ആസ് പെർ ദ റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം ചാർട്ട് നമുക്ക് ഏറ്റവും പുറകോട്ട് പോകാം. നമുക്ക് നമ്മളുടെ മാർക്കറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബാർ എവിടെയാണ് 1 മിനിറ്റിൻ്റെ അതിനകത്ത് നോക്കുന്നു. സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫോർമേഷൻ, ഇപ്പോൾ ഞാൻ എൻ്റെ വോളിയത്തിൻ്റെ കൺഫർമേഷൻ നമുക്കിപ്പം വേണ്ട. സിമ്പിളി നമ്മൾ ചാർട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ പോകണം. സോ നമുക്കിവിടെ വെച്ചിട്ട് ഇത് നമുക്ക് അത് നമ്മളിവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കുമ്പോൾ കൺസെപ്റ്റ് നമുക്ക് സിമ്പിളായിട്ടൊന്ന് പറയാം. അതായത് ഒരു ചാർട്ട്, ഒരു പ്രോഡക്റ്റ് ക്രിയേഷൻ, ഒരു ബുള്ളിഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഓർ എ ബെയറിഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ എങ്ങനെയായിരിക്കും? എ ബുള്ളിഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ, ഇതാണ് സിമ്പിളായിട്ട് പറയുന്നത് ബുള്ളിഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ. സോ ബുള്ളിഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴായിരിക്കും ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. അപ്പോൾ ഈ ബുള്ളിഷ് പ്രോഡക്റ്റ് ക്രിയേഷനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് മീൻസ് ഇങ്ങനെ ബുള്ളിഷ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ഇതായത് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ആയി അല്ലേ, ബിക്കോസ് ഇവിടെ ഒരു ലോ ഹൈ അല്ലേ. അപ്പം 1, 2, 3, 4 എന്നുള്ള ക്രിയേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സെൻസ് എന്താണ് നമ്മൾ നോക്കുന്നത്, നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും നമ്മളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പ്രൈസിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ്. ഇതിൽ ഏറ്റവും ലോസ്റ്റ് വന്നിരിക്കുന്ന ഏതാണോ അതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇവിടെ ആയിരിക്കും നമ്മളുടെ ഇതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ഒരു റിയൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള പിന്നെ ഏരിയ ഏതാണ്? ഇതാണ് നെക്സ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമുക്കിത്. അതിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതിനകത്ത് കയറാനുള്ള ഒരു കാര്യമില്ല. നമ്മൾ അതിനകത്ത് ട്രേഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായോ? ഇതാണ് ആൾക്കാരെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ എൻ ഏരിയ ഓഫ് പ്രോഡക്റ്റ് ക്രിയേഷൻ. വി ഷുഡ് നോട്ട് ബി സ്റ്റാൻഡിങ് ഇൻ എൻ ഏരിയ ഓഫ് പ്രോഡക്റ്റ് ക്രിയേഷൻ. ലിക്വിഡിറ്റിയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യു വിൽ ബി സ്റ്റാൻഡിങ് ഇൻ എൻ ഏലിയൻ വേൾഡ് എന്ന് പറയാം. മനസ്സിലാക്കാം? ബിക്കോസ് ആ ഒരു കൺസെപ്റ്റ് ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒന്നും കാണാത്തവരെ സംബന്ധിച്ച് യു വിൽ നോട്ട് ഗെറ്റ് ദ റൈറ്റ് തിങ്. അതാണ് ഇതിൻ്റെ കാര്യം. സോ പുറകോട്ട് പോയി ബാക്കിയുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് നമ്മൾ കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്, പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ചാർട്ടിൻ്റെ ഏത് ഫോർമേഷനിലായിരിക്കും ഓപ്പർച്യൂണിറ്റി? ഒന്നെങ്കിൽ ഇതിന് പ്രൈസ് ബോട്ടം ട്രേഡ് ചെയ്യണം, അപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബൈ ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിനകത്ത് പല കൺഫർമേഷനിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയെല്ലാം എങ്ങനെയെല്ലാമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നും കൂടെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇമ്പോർട്ടൻ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ദിസ് ബിക്കം ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. അത്രേ ഉള്ള കാര്യം. ഇഫ് നോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ദിസ് ഈസ് നോട്ട് എ ഗുഡ് ഏരിയ ടു ഗെറ്റ് ഇൻ ടു. പക്ഷേ ഇവിടെ രണ്ട് രീതിയിലുള്ള കൺഫർമേഷൻ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ദിസ് വിൽ ബി ലിക്വിഡേറ്റഡ് ഡീപ്ലി, റൈറ്റ്? So to what extent market will come and deeply penetrate to this level of maximum to this level. Simple. അത്രേ ഉള്ളൂ കാര്യം. സോ ഇവിടെ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാം. ഓൾ റൈറ്റ്.
സോ ഇവിടെ നമ്മൾ ഇവിടെ രണ്ട് ഇവിടെ അവിടെ 4 പേരേ ഉള്ളെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആൾ ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. ഇവിടെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൂ. സോ ഇതിൻ്റെ ഡീപ്പ് പെനിട്രേഷൻ, മാർക്കറ്റിൻ്റെ ഡീപ്പ് പെനിട്രേഷൻ താഴോട്ട് വരുമ്പോഴത്തേനും എന്ന് പറയുന്നത് ഏത് ഏരിയ വരെ വരും? ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ ഡീപ്പ് പെനിട്രേഷൻ പിന്നെയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമുക്കിനി റിയൽ ചാർട്ടിലേക്ക് നമ്മളുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. സോ എന്താണ് ഇതെന്ന് പറയുന്നത്? അപ്പോൾ ഇത് ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 2025 ചാർട്ടാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ക്രിയേഷൻ ക്ലിയർ ആയിട്ട് കാണുക. സോ പ്രോഡക്റ്റ് ക്രിയേഷൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്താണ്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു അല്ലേ. ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് വന്നു. ക്ലിയർ. വൺ സൈഡ് പ്രൈസ് ഇങ്ങനെ 1 മിനിറ്റിൻ്റെ ചാർട്ടാണ്. പ്രൈസ് ഇങ്ങനെ താഴോട്ട് മുകളിലോട്ടും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രോഡക്റ്റ് ക്രിയേഷൻ ക്ലിയർ ആയിട്ട് കാണണം. പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് വെച്ചാൽ ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈയുടെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴാണ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്. സോ നോ പ്രോബ്ലം. ബട്ട് വൈൽ ക്രിയേറ്റിംഗ് ദ പ്രോഡക്റ്റ് വാട്ട് ഹാപ്പൻ? ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. സിമ്പിൾ അല്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ. ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ ആർ ദെയർ. ലവ്ലി ഹ്യൂമൻസ്. എക്സലൻറ്റ്. സോ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്. പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളതാണ് മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ പ്രോഡക്റ്റ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചൊരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നത്. നൗ ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. എന്ത് സംഭവിക്കുന്നു? ഇതും നമ്മളെ സംബന്ധിച്ചൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ക്രിയേഷനകത്ത് ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ദെയർ. റൈറ്റ്. നൗ ഈ ലോട്ട് ഓഫ് പീപ്പിൾ, സോ ലെറ്റ് us take this അല്ലേ. സോ ഇവിടെ lot of people were there. So when lot of people were there, ആ പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ ലെഗിലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് ബോട്ടം ടാപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ഗോട്ട് ലിക്വിഡേറ്റഡ് അല്ലേ. ഇതിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ? ലോട്ട് ഓഫ് പീപ്പിൾ ഗോട്ട് ലിക്വിഡേറ്റഡ്. ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ചെറിയ റിവേഴ്സൽ സൈൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ രണ്ട് റേഞ്ചും വെരി ക്ലോസ് ആണെങ്കിൽ കൺസിഡർ ദാറ്റ് ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ ഇവിടെ വന്നപ്പോഴത്തേനും ഓൾറെഡി ലിക്വിഡേറ്റഡ് ആയി. സോ നെക്സ്റ്റ് പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ട് പ്രൈസ് വന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും വി ഹാവ് വൺ മോർ ഓപ്പർച്യൂണിറ്റി, ബൈ ഓപ്പർച്യൂണിറ്റി. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഇതാണ് ബൈ ഓപ്പർച്യൂണിറ്റിയുടെ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതിൽ നമ്മളുടെ പ്രോഡക്റ്റ് ക്രിയേഷൻ, ഇവിടുത്തെ പ്രോഡക്റ്റ് ക്രിയേഷൻ അപ് ടു ഹിയർ അല്ലേ. ഇതിന് ശേഷം പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്ത് പറ്റി? ഈ പർട്ടിക്കുലർ ഏരിയയ്ക്ക് ശേഷം അടുത്ത പ്രോഡക്റ്റ് ക്രിയേഷൻ. റൈറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ദെയർ. സോ അതിനുശേഷം പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ വന്നു എത്തി. അതിനുശേഷം വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പം മേക്ക് ഷുവർ ദാറ്റ് സം മൂവ്മെൻറ്റ് ഈസ് ദെയർ. ഇതുപോലെ 1 2 3 4 എന്നുള്ള ഒരു മൂവ്മെൻറ്റ് വേണം. അതായത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ടോപ്പിലുള്ള ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ 4th പൊസിഷൻ ഇതുപോലെ ലിക്വിഡേറ്റ് ചെയ്ത് ഫോം ചെയ്യുമ്പോഴാണ് ആക്ച്വലി ദാറ്റ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഈസ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പ്രോഡക്റ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നോക്കുവാണ്. സോ ഇങ്ങനെ നോക്കുമ്പം ലോട്ട് ഓഫ് പീപ്പിൾ ആർ അഗെയിൻ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് അല്ലേ. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ലിക്വിഡിറ്റി ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ ലെക്കിനകത്ത് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, ബട്ട് പ്രോപ്പർ പ്രോഡക്റ്റ് ക്രിയേഷൻ ഇവിടം വരെ വന്നോ? ഇല്ല. ബിക്കോസ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടോ അന്ന് പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് ക്രിയേഷന് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡീപ്പ് പെനിട്രേഷൻ നടന്നോ? ഓൺ ദ സെല്ലർ സൈഡ് ആൾക്കാരെ മുഴുവൻ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നോ? ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ പ്രോപ്പർ കണ്ടക്സ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ ക്രിയേഷൻ ആയുള്ളൂ. ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്. സോ ഇങ്ങനെ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോഴത്തേനും പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് യു കനോട്ട് കൺസിഡർ ദിസ് ആസ് എ പ്രോഡക്റ്റ് ക്രിയേഷൻ. ബിക്കോസ് പ്രോഡക്റ്റ് ക്രിയേഷനകത്ത് നമ്മൾ ഈ 1 2 3 4 ഈ മൂവ്മെൻറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അണ്ടർസ്റ്റുഡ്?
ഈ മൂവ്മെൻറ്റ് ഇതിനകത്ത് വരുന്ന ലിറ്റിൽ ഹൈസ് ആൻഡ് ലോസ് ആൻഡ് ഹൈസ് ഡസൻ മാറ്റർ. അപ്പോൾ സെക്കൻഡ് ടൈം പ്രോഡക്റ്റ് ക്രിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓപ്പർച്യൂണിറ്റി മാർക്ക് ചെയ്യാൻ പറ്റും. അതർവൈസ് യു കനോട്ട് മാർക്ക് ദ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ വാലിഡ് പ്രോഡക്റ്റ് ക്രിയേഷൻ. റൈറ്റ്, സിമ്പിൾ അല്ലേ? നമ്മൾ ചാർട്ടിനെ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ച്വൽ ബൈ ഓപ്പർച്യൂണിറ്റി എവിടെയാണ്, സെൽ ഓപ്പർച്യൂണിറ്റി എവിടെയാണ്, എവിടെയെല്ലാം ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലെസണാണിത്. നൗ അതിനുശേഷം ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ നമ്മളിവിടെ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്. റൈറ്റ്, ഇപ്പോൾ ഇതിനെ lot of people were interested. So if lot of people were interested but product creation is not that much, that is not a right product creation, so leave it. You don't have a buying opportunity at all. എപ്പോഴും നമ്മളത് ഓർത്തോണം. it is not a proper context for product creation അല്ലേ? അപ്പം അങ്ങനെ വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ബിക്കോസ് ഇവിടുത്തെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ടാപ്പ് ചെയ്തേ ഉള്ളൂ. ഇനി പ്രൈസ് നേരെ താഴോട്ട് വന്നു. സോ നമ്മളെ സംബന്ധിച്ച് ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന് ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിക്ക് വരുമ്പോഴാണെങ്കിൽ പോലും യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് അല്ലേ? അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഈ ചാർട്ടിൽ നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ അല്ലേ? സോ ഫസ്റ്റ് പോയിന്റ് ഓഫ് പ്രോഡക്റ്റ് ക്രിയേഷൻ നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റി മാർക്ക് ചെയ്തു. സെക്കൻഡ് മാർക്കറ്റ് അത് വന്ന് ക്ലിയർ ഔട്ട് ചെയ്തു അല്ലേ? ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ, സോ ദിസ് വൺ പ്രോഡക്റ്റ് ക്രിയേറ്റഡ്. ഓക്കെ, സോ ഇതെന്തിനാണ് ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും ചിലർ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ഇത് പ്രോഡക്റ്റ് ട്രേഡിംഗ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബിക്കോസ് സിമ്പിളായിട്ട് ഐ വാണ്ട് ടു ക്രിയേറ്റ് ആൻ ഇമേജ്. എവിടെയാണ് ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നത്? അപ്പോൾ നമുക്ക് അതിനെ ഒരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടി മാർക്കറ്റിനെ ഒന്ന് നരേറ്റ് ചെയ്യാൻ കഴിയും. മെറ്റാഫോർ വെച്ച് നമുക്ക് എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എന്നാ പറയുന്നത്, നമ്മളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന കമാൻഡ് ഒക്കെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിത് റിയൽ സെൻസിലേക്ക് അങ്ങ് എടുക്കരുത്. പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് എ വെർച്വൽ പ്രോഡക്റ്റ്, റൈറ്റ്? The other one is a physical product. So virtual product creation, this is a virtual product creation. അപ്പോൾ വെർച്വൽ പ്രോഡക്റ്റ് ക്രിയേഷനകത്ത് നമ്മൾ നോക്കുന്നത് പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ മീനിങ് എടുക്കേണ്ടത് ആ ഒരു എന്താ ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടക്സ്റ്റിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. മനസ്സിലായോ? ഇവിടെ ഈ ക്യാൻഡിൽ പുൾ ബാക്ക് വരുന്നു. ഓക്കെ, ഇതിൻ്റെ ബോട്ടം നമ്മൾ ബൈ ചെയ്യണം. എന്തുകൊണ്ടാണ്? യു ആർ ഫോമിങ് എ നെറേറ്റീവ് ഇൻ എ ഡിഫറെൻറ്റ് ആംഗിൾ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ്? എല്ലാവർക്കും മനസ്സിലാകാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ പ്രോഡക്റ്റ് ക്രിയേഷനിലേക്കിനകത്ത് വെൻ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ആ ഇൻട്രസ്റ്റ് ആയേക്കുന്ന പീപ്പിളിനെ ലിക്വിഡേറ്റ് ചെയ്യുന്ന ഏരിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? ഇനി ഇതൊരു പ്രോഡക്റ്റ് ക്രിയേറ്റഡ് ആണ് അല്ലേ? അതിനുശേഷം നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോയി, സക്സസ് ആയോ? ഇല്ല. ബിക്കോസ് ആ മുകളിലോട്ട് അതിൻ്റെ 1 2 3 4 എന്നുള്ളതിലേക്ക് ഒരു പ്രോപ്പർ കണ്ടക്സിൽ ആക്ച്വലി ട്രേഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് പ്രോഡക്റ്റ് ക്രിയേഷൻ. വെറസ് ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, എവരിബഡി ഗോട്ട് ലിക്വിഡേറ്റഡ് വെൻ പ്രൈസ് ഇസ് ട്രേഡിംഗ് ഫിനിഷ് അല്ലേ? അതിനുശേഷം എന്ത് പറ്റി? പ്രൈസ് നേരെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ വന്ന് ഇത് ലിക്വിഡേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റഡ് പ്രോഡക്റ്റിനെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വൺസ് ആ ഒരു ക്രിയേറ്റഡ് പ്രോഡക്റ്റിനെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു സീ ഫോർ ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷൻ, റൈറ്റ് അല്ലേ? നമ്മൾ അടുത്ത പ്രോഡക്റ്റ് ക്രിയേഷനെ നമ്മൾ നോക്കുകയാണ്. സോ വെൻ ദിസ് ഈസ് എ പ്രോഡക്റ്റ് ക്രിയേഷൻ അല്ലേ? പ്രോഡക്റ്റ് കുറച്ച് ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് എ പ്രോപ്പർ കണ്ടക്സ് ഫോർ പ്രോഡക്റ്റ് ക്രിയേഷൻ അല്ലേ? പ്രോപ്പർ കണ്ടക്സ് ഫോർ പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേനും സോ ഇവിടെ എന്ത് പറ്റി? ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? പ്രോഡക്റ്റ് ക്രിയേറ്റഡ്, ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? നോ ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ ക്രിയേറ്റഡ് പ്രോഡക്റ്റ് എപ്പോഴാണോ ലിക്വിഡേറ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും നമ്മുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വെൻ ഇറ്റ് ഈസ് ലിക്വിഡേറ്റഡ്, റൈറ്റ്? സിമ്പിളായിട്ട് നോക്കുമ്പോൾ ബിക്കോസ് അതാണല്ലോ നമ്മളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻ ബിറ്റ്വീൻ യു ഡോണ്ട് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. ഇംപ്രിൻറ്റ് ദിസ് ഐഡിയ ഇൻ യുവർ മൈൻഡ്. ഈ ഒരു കണ്ടക്സ്റ്റിൽ മാർക്കറ്റിനെ നോക്കുന്നില്ലെങ്കിൽ വി കനോട്ട് ബി സക്സസ്ഫുൾ. അതാണ് അതിനകത്തെ കാര്യം. സോ നൗ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴും നമ്മളെ സംബന്ധിച്ച് പ്രോഡക്റ്റ് ക്രിയേഷൻ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, റൈറ്റ്? ബിക്കോസ് ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? ലോട്ട് ഓഫ് ലവ്ലി ഹ്യൂമൻസ് ലൈക്ക് യു ആൻഡ് മീ ആൻഡ് എവരിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്രോഡക്ട്സ് അല്ലേ? നമ്മുടെ റിയൽ ലൈഫിലും നമ്മളെന്താണ് നടത്തുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ? ലൈഫ് ഈസ് ഓൾ അബൌട്ട്
ബൈയിങ് ലൈഫ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് പ്രോഡക്ട്സ് ആൻഡ് സെല്ലിംഗ് ഇറ്റ് ടു ദ പീപ്പിൾ ആൻഡ് ജനറേറ്റ് മണി. മറന്നുപോയോ? സോ ദിസ് ഈസ് ദ ഐഡിയ. സോ നൗ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രോഡക്റ്റ് ക്രിയേറ്റഡ്. എഗെയിൻ നമ്മളെ സംബന്ധിച്ച് ഇതും സെക്കൻഡ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ക്രിയേഷൻ അല്ലേ? സെക്കൻഡ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ക്രിയേറ്റഡ്. ഈ ഒരു ലെഗിൽ പ്രോഡക്റ്റ് ക്രിയേറ്റഡ്. നമ്മളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് അവിടെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം മണി ഇത് എന്ന് പറയുന്നത്? ബിക്കോസ് ദ റിയൽ മണി ഈസ് സിറ്റിംഗ് ദെയർ അല്ലേ? വെർ ഇസ് ദ റിയൽ മണി? റിയൽ മണി ഈസ് ഹിയർ അല്ലേ? റിയൽ മണി ഈസ് ഹിയർ ആൻഡ് റിയൽ മണി ഈസ് ഹിയർ. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് പ്രോഡക്റ്റ് ക്രിയേഷൻ എപ്പോഴാണോ ഇവിടെ ഇത് ലിക്വിഡേറ്റ് ആകുന്നത് ആ സമയത്ത് നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൺലി പ്ലേസ് റിയൽ മണി സിറ്റിംഗ്. സോ ചാർട്ടിനെ നമ്മൾ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രോഡക്റ്റ് ക്രിയേഷൻ ചെയ്തതിന് ശേഷം ലോട്ട് ഓഫ് പീപ്പിൾ വെർ ഇൻട്രസ്റ്റഡ്. യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ബൈയിങ് പൊസിഷൻ ഓൺലി ഹിയർ. നൗ ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോട്ട് ഓഫ് പീപ്പിൾ വെർ ഇൻട്രസ്റ്റഡ് അല്ലേ? എഗെയിൻ പ്രൈസ് വെൻറ്റ് ദ അതർ വേ അല്ലേ? പക്ഷേ ഈ പ്രോഡക്റ്റ് ലിക്വിഡേറ്റ് ചെയ്തോ? ഇല്ല, സ്റ്റിൽ ആക്റ്റീവാണ്. ഓൾറൈറ്റ്. അപ്പം ഇങ്ങനെ ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് സ്റ്റിൽ ആക്റ്റീവാണ്. അപ്പം നമ്മൾ ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യാതെയാണ് പ്രൈസ് പോയിരിക്കുന്നത്. സോ പ്രോ ട്രെൻഡ് റണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റിൽ ദ ഫ്യൂവൽ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ ലിക്വിഡേഷൻ. അണ്ടർസ്റ്റുഡ്? ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ ലിക്വിഡേഷൻ. സോ മാർക്കറ്റ് താഴേക്ക് വരും, പിന്നെയും കയറിപ്പോവും. അങ്ങനെയാണ് അതിൻ്റെ ഫ്യൂൽ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ക്രിയേഷൻ, ബട്ട് സെക്കൻഡ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ക്രിയേറ്റഡ്, എ ഡീസൻറ്റ് പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്, ബട്ട് പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ ഹയസ്റ്റ് ഫോമിലാണ് ലോട്ട് ഓഫ് പീപ്പിൾ വെർ ഇൻട്രസ്റ്റഡ്. ദെൻ പ്രൈസ് വെൻറ്റ് ദ അതർ വേ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ എന്ത് പറ്റി? ഇത് ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല. സോ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അടുത്ത പ്രോഡക്റ്റ് ക്രിയേഷൻ, റൈറ്റ്? ബിക്കോസ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ പ്രോഡക്റ്റ് ക്രിയേഷൻ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് പ്രൈസ് ഇതിന് മുകളിൽ ട്രേഡിങ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ലോവസ്റ്റ് പോർഷൻ, അതിൻ്റെ ലോവസ്റ്റ് പോർഷനിൽ നിന്ന് പ്രോഡക്റ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ലവ്ലി ഹ്യൂമൻസ്, ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്. ഇവിടെ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ ഇതിന് മുകളിൽ പ്രൈസ് ഇതുപോലെ കയറി അങ്ങ് മുകളിൽ ചെല്ലുമ്പോഴാണ് പ്രോഡക്റ്റ് ക്രിയേഷൻ കംപ്ലീറ്റ് ആകുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേനും എന്ത് പറ്റി? ഇവിടെ വരുമ്പോഴത്തേനും ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? അപ്പം ഈ ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഏരിയയിൽ പ്രോഡക്റ്റ് അതിനുശേഷം ഇത് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ മുകളിലിട്ടെടുത്തു. സോ ദിസ് ഈസ് എ പ്രോപ്പർ കണ്ടക്സ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് എ പ്രോഡക്റ്റ് അല്ലേ? ലോട്ട് ഓഫ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, ഇൻ ബിറ്റ്വീൻ ലിറ്റിൽ ലോസ്, ഹൈസ് ആൻഡ് ലോസ് ആർ ക്രിയേറ്റഡ്. ദാറ്റ് മീൻസ് ഒത്തിരി അധികം ആൾക്കാർ ഇവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. സോ വെയർ ഈസ് ദ ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇതിന് ബോട്ടം ആയിരിക്കും ലിക്വിഡിറ്റി. ദ ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ബിക്കോസ് ഈ പീപ്പിളിനെ ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, ദ റിയൽ മണി ഈസ് ഹിയർ, റൈറ്റ്? 1 2 3 അല്ലേ? 3 4 ഇഷ്ടംപോലെ. ഇത് ഞാൻ അധികം വെക്കുന്നില്ല, നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോകാം. അപ്പം ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നെക്സ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. നൗ ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പം യു ഹാവ് എ ഷോർട്ട് ടാർഗറ്റ്, ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പം എഗെയിൻ യു ഹാവ് എ ഷോർട്ട് ടാർഗറ്റ്, ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പം യു ഹാവ് എ ബിഗ്ഗർ ടാർഗറ്റ്. അണ്ടർസ്റ്റുഡ്? ബിക്കോസ് everybody got cleared out when it is tapping at this area. Extreme level of penetration. Understood? Small target, bigger target. Now പ്രൈസ് പ്രോഡക്റ്റ് ക്രിയേഷൻ വരുന്നു, പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് ഇതിന് മുകളിൽ കയറുന്നു. ദിസ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഈസ് കംപ്ലീറ്റഡ്. നൗ സി ദിസ് ഈസ് കംപ്ലീറ്റ്, ദിസ് ഏരിയ കംപ്ലീറ്റ് ഒരു സിംഗിൾ മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ കൂട്ടുന്നു. സോ ദിസ് ഈസ് എ പ്രോഡക്റ്റ് ക്രിയേഷൻ. അതിനുശേഷം ഇതിന് മുകളിൽ പ്രൈസ് വരുന്നു, പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഈ പറഞ്ഞ പോലെ പ്രൈസ് ലിക്വിഡേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. സോ യു കനോട്ട് കൺസിഡർ ദിസ് ആസ് എ പ്രോഡക്റ്റ് ക്രിയേഷൻ. ജസ്റ്റ് ഇതിന് മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്തെന്നുള്ളൂ, ബിക്കോസ് ടു ലിക്വിഡേറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇതുപോലെ പ്രൈസ് മൂവ് ചെയ്ത് പ്രൈസ് ഇതിന് മുകളിൽ കയറി നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യും, നല്ല പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എ വാലിഡ് പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കണ്ടക്സ്റ്റിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് ക്രിയേഷൻ വന്നു? 1 2, റൈറ്റ്? ഇനി 2 പ്രോഡക്റ്റ് ക്രിയേഷൻ വന്നു. സോ ദ ബെസ്റ്റ് പോസിബിൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ലിക്വിഡേഷൻ ഓൾറെഡി കഴിഞ്ഞു അല്ലേ? ഈ പാസ്റ്റ് ദിസ് ലൈൻ ഓൾട്ട് വി, ഓൾ റൈറ്റ്. ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു.
ഇനി നമ്മളെ സംബന്ധിച്ച് ന്യൂ പ്രോഡക്റ്റ് ക്രിയേറ്റഡ്, ഇത് നമ്പർ 1 കംപ്ലീറ്റ്ലി ഓവർ. നമ്പർ 2 ബിക്കോസ് ഇത് ലിക്വിഡേറ്റ് ചെയ്യുന്ന കാണുന്നില്ല ഇവിടെ. നമ്പർ 2 അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് പ്രോഡക്റ്റ് ക്രിയേഷൻ, പുതിയ പ്രോഡക്റ്റ് ക്രിയേഷൻ തുടങ്ങി. അതിനുശേഷം പ്രൈസ് നേരെ രണ്ട് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 1 2 ദിസ് ഈസ് എ പ്രോഡക്റ്റ് ക്രിയേറ്റഡ് അഗെയിൻ. 2 പ്രോഡക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിയൽ ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളത് സിമ്പിളായിട്ട് നമ്മൾ ചാട്ടി നോക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ റിയൽ മണി സിറ്റിംഗ് എന്ന് പറയുന്നത്. സോ വെൻ പ്രൈസ് ഈസ് അപ്രോച്ചിങ് ദിസ് ഏരിയ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഫോർ എ സ്മോളർ ടാർഗറ്റ്, റൈറ്റ്. സി നമ്പർ 1 എന്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇത് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് സ്മോളർ ടാർഗറ്റ്സ് നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ പല പല കണ്ടക്സിലാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. മേ ബി 3 ക്യാൻഡിൽ 1 ആഫ്റ്റർ അനദർ വരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ലിറ്റിൽ ലിക്വിഡേഷൻ, ഈ ഒരു പോയിന്റിൽ ലിക്വിഡേഷൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ നമുക്കിതെല്ലാം കാണാൻ പറ്റും. ബട്ട് ദ റിയൽ മണി ഈസ് ഹിയർ. അണ്ടർസ്റ്റുഡ്? പ്രോഡക്റ്റ് ക്രിയേഷൻ്റെ കണ്ടക്സ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ദ റിയൽ മണി ഈസ് ഹിയർ. അപ്പോൾ നമ്മൾ ചാർട്ടിനെ അധികം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വേർ ഈസ് യുവർ ബൈയിങ് ഓപ്പർച്യൂണിറ്റി? സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണിച്ചു തരാം. ഓക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വേർ ഈസ് യുവർ ബൈയിങ് ഓപ്പർച്യൂണിറ്റി? എത്ര ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്? 1 ഏരിയ, ഫസ്റ്റ് ഏരിയ, സെക്കൻഡ് ഏരിയ, തേർഡ് ഏരിയ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ യു വിൽ ബി സ്റ്റാൻഡിങ് ഓട്ടോമാറ്റിക്കലി, വി വിൽ ബി സ്റ്റാൻഡിങ് ഇൻ എ ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സിമ്പിൾ അല്ലേ? ഇതിൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർട്ട് റീഡിങ്ങിനകത്ത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട് യു നീഡ് എൻട്രീസ് എവറി ടൈം, ബൈ ആൻഡ് സെൽ. ഇറ്റ് ഇസ് നോട്ട് എ ട്രേഡിംഗ്. പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഐഡൻറ്റിഫൈ എ കീ ഏരിയ വേർ ഇസ് ദ ലിക്വിഡിറ്റി. അണ്ടർസ്റ്റുഡ്? ഇതാണ് ഇതിനകത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈം പ്രൈസ് ടാപ്സ് ബിലോ ദിസ് വൺ യു ഹാവ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? യു ഗോട്ട് ഇറ്റ് ഓർ നോട്ട്? സി സ്മോൾ ടാർഗറ്റ് അതിന് മുകളിൽ വന്ന് ടാപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ഫ്ലിപ്പ് ഏരിയ നമ്മളുടെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന പല പല മോഡലുകളിലാണ്. മനസ്സിലായി? ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു സംതിങ് ഈസ് ബിൽറ്റ് ഓൺ ദ ലെഫ്റ്റ്. സോ വെർ ഇസ് അവൈലബിൾ ലിക്വിഡിറ്റി എബവ് ദിസ് പ്രൈസ്. അതിന് മുകളിൽ കയറി ടാപ്പ് ചെയ്തോ ഇല്ലയോ? ടാപ്പ് ചെയ്തു. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്രിയേഷനകത്ത് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നോ ഇല്ലയോ? സി if no people are interested your product worth 0, so price will come here. No, സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ടുള്ള ചാർട്ടിനകത്ത് നമ്മളിവിടെ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ കാണാം. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെൻ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ഇഫ് മാസസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യുവർ പ്രോഡക്റ്റ് വർത്ത് 0. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് വൈ ദർ ഈസ് ഓൺലി ഫ്യൂ ലിക്വിഡിറ്റി. അണ്ടർസ്റ്റാൻഡ്? ലീവ് ഇറ്റ്. നമ്മൾ മാർക്കറ്റ് അവരെല്ലാം വെറുതെ വിട്ടു. വെറും കൈയോടെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു. അവരെ ബൈ ചെയ്തവരെല്ലാം ഭാഗ്യവാന്മാർ. ഓക്കെ, സോ ദിസ് ഈസ് എ ഹോൾ ഐഡിയ എബൌട്ട് പ്രോഡക്റ്റ് ക്രിയേഷൻ. ആൻഡ് ഇൻ ദ ചാർട്ട്, നമ്മൾ ചാർട്ടിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ ബൈ ഓപ്പർച്യൂണിറ്റി എവിടെയെല്ലാമാണ് ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് പ്രൊഫഷണൽ ഗാംബ്ലിംഗ്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എവിടെയൊക്കെ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എവിടെയൊക്കെ നമുക്ക് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി ചാർട്ട് എങ്ങനെയാണ് നമ്മൾ സിംപിളി റീഡ് ചെയ്യുന്നത്? എവിടെയാണ് പീപ്പിൾ, വേർ ഇസ് ദ പൊസിഷൻ ഓഫ് പീപ്പിൾ അല്ലേ, മാസസ് പ്ലേസ്മെൻറ്റ് എവിടെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിംപിളി നമ്മൾ മനസ്സിലാക്കുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ടു ബൈ ഓർ സെൽ അല്ലേ. ഞാൻ ഓരോരുത്തരുടെ ഇത് ബൈ ചെയ്യുമോ അല്ലെങ്കിൽ ആവറേജ് ചെയ്യുമോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുമോ എന്നുള്ളതിനകത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ദിസ് ഇസ് ആൻ എഡ്യൂക്കേഷണൽ വീഡിയോ. നമ്മൾ ചാർട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ റിയൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വരുമ്പം മാത്രമേ നമ്മൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യൂ എന്ന് വരുള്ളൂ. സോ ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം എന്താണ് ഇമോഷണൽ മാനേജ്മെൻറ്റ്? അണ്ടർസ്റ്റുഡ്? നമ്മളിങ്ങനെ ഒരു ഏരിയ മാർക്കൗട്ട് ചെയ്തതിന് ശേഷം വാട്ട് ഇസ് മാർക്കറ്റ് കുറേ നോൺസെൻസ് ഉണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്നതാണ് ഇമോഷൻ കൺട്രോൾ ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വേർ ഇസ് യുവർ ഇമോഷൻ? ഈ ഒരു കേസിൽ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പം വാട്ട് ഈസ് യുവർ ഇമോഷൻ? ഇറ്റ് ഈസ് 0 because you know that you are getting into the market with the right proper context. There is no emotion to play out. മനസ്സിലായോ? ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുമ്പം there is no emotion because you are looking at the chart. You understand this is a structure. Finish. The structure is telling you everything. ബട്ട് സ്ട്രക്ചർ ഇറ്റ് സെൽഫ് ഈസ് എ ഫേക്ക് വൺ. ദാറ്റ് പിന്നീടുള്ള ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു കോംപ്ലിക്കേറ്റഡ് ക്രേസി ഐഡിയ വരുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, ബട്ട് ദിസ് ഈസ് സംതിങ് സീരിയസ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നമുക്കിവിടെ ഇമോഷൻസ് പ്ലേ ഔട്ട് ചെയ്യുക എന്നുള്ളതല്ല. വേറാസ് നമ്മൾ ഈ ഒരു കണ്ടക്ച്വൽ റെഫറൻസോടുകൂടി മാർക്കറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? നമുക്കിവിടെ 3 ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ എന്ന് നമ്മൾ കാണുന്നു. ബൈ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. റിയൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബൈ സൈഡിലേക്ക് 3 ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
യു ആർ എ ഡിസിപ്ലിൻഡ്. അണ്ടർസ്റ്റാൻഡ്? അല്ലെ നമുക്ക് തോന്നുന്നിടത്തെല്ലാം കയറി നമ്മൾ ബൈ എൻട്രി ചെയ്യുന്നു, സെൽ എൻട്രി ചെയ്യുന്നു, ഇതല്ല ചെയ്യുന്നത്. യു ആർ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ്. ആ ഡിസിപ്ലിൻ വരുമ്പോൾ ദർ ഇസ് നോ ഇമോഷൻ. അണ്ടർസ്റ്റുഡ്? സോ ട്രേഡിംഗ് ഈസ് അബൌട്ട്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മൈൻഡ് സെറ്റ്. ആ ഒരു കൺസെപ്റ്റ്, ഇതെല്ലാം മണ്ടത്തരങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? യു ഹാവ് ടു ബി എ പ്രൊഫഷണൽ, എന്നാ പറയുന്നത്, ചാർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം, അല്ലേ? അപ്പോൾ അതിന് റൈറ്റ് എഡ്യൂക്കേഷൻ വേണം. ദാറ്റ്സ് വൈ ഐ എം ഹിയർ ടു ടീച്ച് യു. അണ്ടർസ്റ്റുഡ്? തമാശയായിട്ട് തോന്നുമെങ്കിലും ഐ എം ഹിയർ ടു ടെൽ യു സംതിങ്, റൈറ്റ്? അപ്പോൾ എവറി ഡേ ഐ എം എഡ്യൂക്കേറ്റിംഗ് യു. ദാറ്റ് ഇസ് വൈ. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാർട്ടിൻ്റെ ഏത് ഭാഗത്ത് ഇങ്ങനെ ഒരു 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഏത് ചാർട്ട് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. സോ ഈ ഒരു ചാർട്ട് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇവിടെ വരുന്നത് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ബൈ ഓപ്പർച്യൂണിറ്റി, പ്രോഡക്റ്റ് ക്രിയേഷൻ. പ്രോഡക്റ്റ് ഇവിടെയാണ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ലോട്ട് ഓഫ് പീപ്പിൾ വെർ ഇൻട്രസ്റ്റഡ്. ദിസ് ഈസ് എ എക്സ്ട്രീം ലെവൽ ഓഫ് ബൈ 1. ഓൾ റൈറ്റ്. സോ ബൈ ഓപ്പർച്യൂണിറ്റി. സോ നെക്സ്റ്റ്. സോ ദിസ് വൺ, ലോട്ട് ഓഫ് പീപ്പിൾ വെർ ഇൻട്രസ്റ്റഡ്, പ്രോഡക്റ്റ് ക്രിയേഷൻ. അപ്പോൾ അതിനുശേഷം പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തു. വീണ്ടും ഇതിന് മുകളിൽ കയറി പ്രൈസ് ചെയ്ത് വീണ്ടും പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, റൈറ്റ്? വെൻ പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ് യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, ദിസ് ഈസ് എ സ്മോൾ ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ബിക്കോസ് ഇവിടെ സെക്കൻഡ് ടൈം എഗെയിൻ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്ട്രീം ലെവൽ ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് ബോട്ടം പ്രൈസ് അടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും യു ഹാവ് ആൻ എക്സ്ട്രീം പോസിബിലിറ്റി ഓഫ് അതിന് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ്, ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ. ഇവിടം വരെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ, അതായത് പാസ്റ്റ് ദിസ് ലൈൻ, ഓക്കെ, ഇവിടം വരെ വെച്ച് നമ്മൾ ഇതിന് ലെഫ്റ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രോപ്പർ പ്രോഡക്റ്റ് ക്രിയേഷൻ അല്ല, ബിക്കോസ് ഇത് ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സംഭവം മാറി, അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എവിടെ വരുമ്പോഴായിരിക്കും? ഇവിടെ വരുമ്പോഴായിരിക്കും വരുന്നത്, റൈറ്റ്? ഇതിന് ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇതിന് പോട്ടെ, ബിക്കോസ് ഇത് ഓൾറെഡി നല്ലൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലോട്ട് ഓഫ് പീപ്പിൾ സം പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്. സോ സം പീപ്പിൾ വെയർ ഇൻട്രസ്റ്റഡ്, യുവർ പ്രോഡക്റ്റ് വർത്ത് 0, റൈറ്റ്? സോ വെൻ പ്രൈസ് is coming back to this area, you have a buying opportunity, right? Now you have a buying opportunity. See what is the price behavior? Understood? സോ ഈ ഒരു കണ്ടക്സിൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കുക. സിമ്പിൾ അനലൈസിസ് വന്നിട്ട് പാരലൈസിസ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട. ബട്ട് അണ്ടർസ്റ്റാൻഡ് ലിക്വിഡിറ്റി. വാട്ട് ഈസ് എ പ്രോഡക്റ്റ് ക്രിയേഷൻ? ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞേക്കുന്നത് എത്ര വീഡിയോ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു, 3-4 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് സം പീപ്പിൾ വെയർ മോക്കിംഗ്, അല്ലേ? കമൻറ്റ് ഇട്ടിട്ട് അതിനകത്ത് മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേ ആർ നോട്ട് ഓപ്പൺ ടു എനി ഐഡിയാസ്. നിങ്ങൾ ആ ഒരു ക്ലോസ് മൈൻഡോട് കൂടി ഇരുന്നാൽ അങ്ങനെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ. ഓപ്പൺ ടു ദ ഐഡിയാസ്, ഷെയർ ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ ചാറ്റിനകത്ത് വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം എനിക്കും കിട്ടും നോട്ട്. മാർക്കറ്റ് അതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ആ ഏരിയ വരുമ്പം മാത്രം. അതിനുള്ളിൽ പല ബിഹേവിയറൊക്കെ നടത്തും. ഇറ്റ്സ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. കമൻറ്റ്സ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.